ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇലയും വേണ്ട, മാവ് കുഴക്കെ പരത്തി ഒന്നും വേണ്ട കേട്ടോ. മാവ് കോരി ഒഴിച്ചിട്ട് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്തി കൊടുക്കാം. 1/2 കപ്പ് റവ ചേർത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്ത ഏത് റവ വേണമെങ്കിലും ചേർത്താം. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്താം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1/4 കപ്പ് വെള്ളം പാട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഏകദേശം ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൽ ചിലപ്പോൾ മാറ്റം വരും. അപ്പോൾ അത് നമുക്ക് കുറച്ച് സമയം അടിച്ചു വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്തി കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാനിയായി വരുന്ന സമയത്ത് അതിലേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താം. പിന്നീട് 1 കപ്പോളം തേങ്ങ ചേർത്തിയിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് ഞാനൊരു ടീസ്പൂൺ നെയ്യും പാടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ശർക്കരപ്പാനൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ഇഡ്ഡലി ചെമ്പിൽ ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് കുറച്ച് നെയ്യ് തടവിയ ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മളെ ബാറ്ററി ഇതുപോലെ ദോശമാവിൻ്റെ ഒരു പരുവാണ് ഇട്ടുണ്ടാവുക. ഒരുപാട് ലൂസായി പോകും ചെയ്യരുത്, ഒരുപാട് കട്ടിയായിട്ടും പോകരുത്. സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യട്ടോ. ഒരുപാട് സമയം വെക്കരുത്. ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് സൈഡ് വശത്തേക്കാണ് വെച്ച് കൊടുക്കണ്ട. ഇനി ബാക്കിയുള്ള മാവ് ഇതിൻ്റെ മുകളിൽ എല്ലാ വശത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടിച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാം. 15 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നിട്ട് നോക്കണം കേട്ടോ ആയിട്ടുണ്ടോ എന്നുള്ളത്. കൂടുതൽ സമയം ഇത് വേവിച്ചെടുക്കരുത്. അങ്ങനെ ഞാൻ ഇതിൻ്റെ നടുവശമൊക്കെ ഒന്ന് കുത്തി നോക്കി എല്ലാ വശവും ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് ഇത് പാത്രത്തിൽ നിന്നും വിടുവിച്ചെടുക്കാം. അപ്പോൾ സൈഡൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയിട്ട് കട്ട് ചെയ്തെടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അട തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.